അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇത്തവണ നമ്മൾ വന്നേക്കുന്നത് ഈ ഭിത്തി ഇങ്ങനെ വരച്ച് കുളവാക്കാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ പ്രത്യേകിച്ച് അതിനകത്ത് വരച്ച് കുളവാക്കണമെന്നില്ല, ഞാൻ തൊട്ടാൽ മതി അപ്പം കുളമായിക്കോളും. ഇതിപ്പോ ഞാൻ പറഞ്ഞതല്ല, എന്റെ മാതാശ്രീ തന്നെ പറഞ്ഞതാ. അപ്പൊ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, ഞാൻ തൊടുന്നതെല്ലാം നശിക്കാറുണ്ട്. അപ്പൊ ഞാനെന്താ ഈ വരച്ച് കുളവാക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, കുറച്ച് കാട്ടുവള്ളികൾ തൂങ്ങി കിടക്കുക അത്ര തന്നെ. എന്ന് വെച്ചാൽ കുറച്ച് വള്ളികൾ തൂങ്ങി കിടക്കുന്ന കണക്ക് നമ്മൾ പെയിന്റ് ചെയ്ത് വെക്കുക, പിന്നെ അതിന്റെ മേലെ കുറച്ച് പൂവൊക്കെ വരച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. സോ സിമ്പിൾ അല്ലേ? എന്നാലും അത്ര സിമ്പിൾ ഒന്നും അല്ല. വരയ്ക്കാൻ സിമ്പിൾ ആണെങ്കിൽ ചെയ്യാൻ ഭയങ്കര ചെയ്യാൻ പാടാന്ന് വെച്ചാൽ മേലോട്ട് നോക്കിയ മനുഷ്യനെ കഴുത്തോടെ ഒളുക്കി പോകുന്ന സാധനം. എനിക്കാണെങ്കിൽ എത്തുന്ന പോലും ഇല്ല, പിന്നെ എത്തിപ്പിടിച്ചാണ് ഞാൻ അവിടെ വരെയൊക്കെ വരയ്ക്കുന്നത്. ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ദിവസമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വരയ്ക്കാൻ 3 ദിവസം വേണമെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ട, നിങ്ങൾക്ക് കുറച്ച് ക്ഷമയും പിന്നെ മടി തീരില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് വെറും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കൊണ്ട് തീരും. ഇതൊക്കെ ഒരു ആവറേജ് ടൈമാണ്. പിന്നെ നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തീർക്കാം, സ്പീഡ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കണ്ട. പിന്നെ എന്നെപ്പോലെ മടി തീരില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ 1 2 ചിലപ്പോൾ 5 6 ദിവസമൊക്കെ. പിന്നെ ഈ വരയ്ക്കുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം കുറെ താഴോട്ട് വര വരച്ചു കൊടുക്കുക, ഈ വള്ളിയൊക്കെ തൂങ്ങി കിടക്കുന്ന കണക്ക്. പിന്നെ അതിനെ 2 3 ശിഖരങ്ങളൊക്കെ വരച്ചു കൊടുക്കുക ഈ ഇല വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇല വരച്ചു കൊടുക്കാം. ഈ ഇലയും വരച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പൂ വരച്ചു കൊടുക്കാം. ഈ പൂവൊക്കെ 2 3 കളറൊക്കെ മിക്സ് ആക്കിയിട്ട് ചെയ്തത്. ഞാൻ പോലും പറഞ്ഞില്ല ഞാൻ എത്ര കളർ മിക്സ് ആക്കും എന്നുള്ള കാര്യം. കാരണം എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു, ഇതിനകത്ത് ഏത് പൂവാ വരയ്ക്കേണ്ടതെന്നുള്ള എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 5 6 കളർ മിക്സ് ആക്കിയിട്ടായാലും ഇങ്ങനെയൊക്കെയോ കുറെ പൂവൊക്കെ വരച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം കുളമായി പോകുന്നിടത്ത് ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ ഇത്രയും വലിയ പടം വരച്ചിട്ട് കുളമാക്കിയിരുന്നെങ്കിൽ കാലത്തിന് അടി കിട്ടിയാണ്. ഇത്രയും കുളമാക്കിയാൽ പോരാ, ഇനിയും വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും കുറെ വള്ളികളൊക്കെ വരച്ചു വെച്ചു. കയ്യിൽ നിന്ന് പോകുന്ന വിചാരിച്ചെങ്കിലും ഇത് വരച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇനി ഇവിടെ ഒരുപാട് ഭിത്തികളൊക്കെ ഉണ്ട്, ഇനി അതൊക്കെ വരച്ച് കുളമാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ പോക്കാണെങ്കിൽ എന്നെ മിക്കവാറും ഈ വീഡിയോ അടിച്ചിറക്കും. പറഞ്ഞു നമ്മുടെ ഫൈനൽ ലുക്കും എത്തി. നിങ്ങൾക്ക് ആ ഫൈനൽ ലുക്ക് കാണണ്ടേ? ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. എടാ എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരു കാടിനകത്തെ ഫീലാണ്. ഇനി നിങ്ങളൊന്ന് നെഗറ്റീവ് പറഞ്ഞാലും എനിക്കൊന്നും ഇല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ നമുക്ക് പിന്നെ എപ്പോഴേലും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.